വെറും 1,00,000 രൂപയിൽ താഴെ നമുക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം വിറ്റ് പോകുന്നതാണ്. എത്ര ഉണ്ടാക്കിയാലും വിറ്റ് പോകാതിരിക്കില്ല. കാരണം ജനങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഈ കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതിൻ്റെ സെയിൽ വളരെ കൂടുതലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി, നല്ല ഗുണമേന്മയുണ്ട്, ആളുകൾ കഴിച്ചതിന് ശേഷം, ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ്, കഴിച്ചതിന് ശേഷം നല്ലതാണ് എന്ന് അവരെ കൊണ്ട് പറയിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരികയില്ല. ഇവിടെ ഒരു മെഷീൻ ആണ് കാണിക്കുന്നത്. ആ മെഷീന് ഏകദേശം 88,000 രൂപയാണ് വില. ആ മെഷീൻ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ 300 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 8 മണിക്കൂർ കൊണ്ട് നമുക്ക് അന്നേരം 24,400 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്രയൊന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായിട്ട് വരില്ല. എന്നാൽ പതിയെ പതിയെ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ്, കൂടാതെ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ്. അതാണ് ഇന്നത്തെ ബിസിനസ് ഐഡിയ. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല. വളരെയധികം തിരക്കായിരുന്നു, ക്ഷമിക്കുക. നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇവിടെ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഇന്നൊരു കുൾഫി മേക്കിംഗ് മെഷീനാണ് കാണിക്കുന്നത്. 2 കാര്യങ്ങൾ ഒരുമിച്ച് ഈ മെഷീനിൽ ചെയ്യാം. നമുക്ക് സാധാരണ ഐസ് ക്യാൻഡി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ കുൾഫി ഉണ്ടാക്കാം. രണ്ടും ഒരുമിച്ചും ഉണ്ടാക്കാം. അതായത് നമുക്ക് 50 കുൾഫി ഒരേ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡൈ ആണ് ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്നത്. അതിനകത്തും വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് 40 ml, 50 ml, 100 ml, അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റും. അതനുസരിച്ച് അതിൻ്റെ ക്യാവിറ്റിയിൽ കുറവ് വരും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ സാധാരണ ഒരു 50 ml ആണെങ്കിൽ 50 കുൾഫി ഒരേ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് വെറും 10 മിനിറ്റ് മാത്രം മതിയാകും. അതായത് 50 ml 50 കുൾഫിയുടെ ഒരു ബാച്ച് എടുക്കാൻ നമുക്ക് വെറും 10 മിനിറ്റ് മതി. അത്രയ്ക്ക് ഡീപ്പ് ഫ്രീസിംഗ് ആണ് അത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ചെറിയ ബിസിനസ് തുടങ്ങി നമുക്ക് മറ്റുള്ള ബേക്കറികളിലേക്കും അങ്ങനെയുള്ള ഐസ്ക്രീം വിൽക്കുന്ന കടകളിലോട്ടും ഒക്കെ നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. ആ മെഷീന്റെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മെഷീനിൽ സാധാരണഗതിയിൽ കുൾഫി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ കലക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ കുഴികളിലോട്ട്, ക്യാവിറ്റികളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അളവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ കുഴികളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട്. ആ അടപ്പിലാണ് സ്റ്റിക്ക് ഇരിക്കുന്നത്. അതിലാണ് സ്റ്റിക്ക് ഫിക്സ് ചെയ്യുന്നത്. നേരെ അടപ്പ് താഴോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് സമയമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ്ലി അത് ഐസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇത് പുറത്തോട്ട് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് സാധാരണ വെള്ളത്തിൽ മുക്കിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിൻ്റെ പുറത്തുമെല്ലാം ഐസ് പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഈ മെഷീനിൽ തന്നെ സംവിധാനമുണ്ട്. അതിൻ്റെ 2 സൈഡിലുള്ള പ്രസ്സിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ വിട്ട് താഴോട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ദെൻ അതിൻ്റെ പാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മെഷീൻ നമുക്ക് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്താണ് വില എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ മെഷീൻ. ഐസ് ലോലി മെഷീൻ. കപ്പാസിറ്റി അവർ പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് 2400 എണ്ണം ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയാലും വലിയ ലാഭമായിരിക്കും. അവരെ 26,000, 28,000 വരെയാണ് ഒരു ദിവസം പറയുന്നത്. ആ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ 2 മോൾഡ് മെഷീനാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. ഇത് കെൽവിൻ സ്റ്റാർ ഫുഡ് കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രീത് വിഹാർ, ന്യൂഡൽഹിയാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഇവിടെ വ്യൂ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മൊബൈൽ നമ്പർ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പ്രൈസിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടെ ലേറ്റസ്റ്റ് പ്രൈസ് അയച്ചു തരുന്നതായിരിക്കും. പ്രൈസിനകത്ത് വലിയ വേരിയേഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അവർ പ്രൈസ് അയച്ചു തരുമ്പോൾ അവരുടെ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫുഡിൻ്റെ ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിൽ ഒന്ന് സർവേ ചെയ്യണം.
മൂന്നാമത്തെ കാര്യം, ഇവരുടെ മെഷീൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരോട് പ്രൊഡക്ഷൻ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സംസാരിച്ചിരിക്കണം. വളരെ ലാഭമുള്ള ഒരു ബിസിനസ്സാണ് എങ്കിൽ പോലും നമുക്ക് എത്ര ലാഭം കിട്ടും, 50 ml ഒരു കുൾഫി ചെയ്താൽ എത്ര ലാഭം, മാക്സിമം ലാഭം അല്ലെങ്കിൽ മിനിമം ലാഭം എത്ര കിട്ടും എന്നുള്ളത് കൺഫേം ചെയ്യാൻ ഇവർ തന്നെയാണ് നല്ലത്. കാരണം അവരുടെ മെഷീനാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.